ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവൾക്ക് വരാൻ സമ്മതമാണെങ്കിൽ എന്റെ ഒപ്പം വരാം, ഇഷ്ടമല്ലെങ്കിൽ വരണ്ട. പക്ഷെ പപ്പി മോളെ ഞാൻ കൊണ്ടുപോകും. മോളെ വാ. ഞാൻ സമ്മതിക്കില്ല. പപ്പി ഇവിടെ. എടി അത് പറയാൻ നിനക്കെന്താ അധികാരം? മോള് നിൽക്കേണ്ടത് അവളുടെ അമ്മയുടെ അച്ഛന്റെ അടുത്താ. സാറേ, ദേ വിഷ്ണു കുഞ്ഞ് വരുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെ ഒരു ഇരിപ്പ്? മുഖത്തൊരു സന്തോഷമില്ലല്ലോ. എന്തൊരു വിളിച്ചടാ? അത് വലിയൊരു യുദ്ധം കഴിഞ്ഞിരിക്കുവാടാ. കാര്യം എന്താ വെച്ചാ പറയച്ച? ആര് യുദ്ധം ഉണ്ടാക്കിയെന്നായി പറയുന്നേ? ശ്യാമ, രോഹിത്തിന് നീ പുതിയ ജോലി കൊടുത്തൊന്നും അവൾക്ക് പിടിച്ചിട്ടില്ല. ഭർത്താവിനെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം നീ അവനെ കൊണ്ടുപോയി പെടുത്തിയതാ. അതും പറഞ്ഞ് ഈ വീടെടുത്ത് തലകീഴാക്കി മറിച്ചിട്ട് അവള് പോയത്. പപ്പിമോളെയും വിളിച്ചോണ്ട് പോയി. അല്ല രോഹിത് അവൻ കലുവള്ളി അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെ നീ എന്തൊക്കെ ഒപ്പിക്കാൻ ദൈവം തമ്പുരാനെ അറിയാവൂ. അവനങ്ങോട്ട് ചെല്ലട്ടെ, എന്നിട്ട് അവന്റെ മോളെ വിളിച്ചോണ്ടെങ്കിൽ വരട്ടെ. പെണ്ണുങ്ങൾക്ക് അത്രയും തന്റെ ഇടം പാടില്ല. ദൈവമേ, അവനിവിടെ വെറുതെ ഇരിക്കല്ലേ, എന്തെങ്കിലും ഒരു ജോലി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ അവനോട് ചെയ്യാൻ പറഞ്ഞേ. അവനത് ഭംഗിയായിട്ട് ചെയ്യും ചെയ്തതാ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയാലും അമ്മയുടെ കാര്യങ്ങൾ മുടങ്ങാതെ നടക്കണം, അത്രയും ഞാൻ വിചാരിച്ചുള്ളൂ. ഇതിപ്പോ ഇത്രയും വലിയ വിഷയമാവെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വിളിക്കില്ലായിരുന്നു ഞാൻ അവനെ. ഇതിപ്പോ പണി കൊടുത്ത് പണിയായത് എനിക്കാണ്. ഇതിപ്പോ ഞാൻ കാരണല്ലേ അവർ അടിച്ചു പിരിഞ്ഞിട്ട് രണ്ടു വഴിക്കായത്. അത് നീ ചെയ്തൊരു നല്ലൊരു കാര്യമില്ലേ? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിബോധമൊന്നുമില്ലേ, പിന്നെ എന്ത് ചെയ്യാന്? അതെ, ഈ അണ്ണാക്കി പഴുത്താലേ ഇറക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. രാഘവേട്ട, ഒരല്ലലും ഇല്ലാതെ സുഖമായി ഭക്ഷണവും കഴിച്ച് സുഖിച്ചു കഴിയുന്നവർക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഓട്ടം നല്ലതാ. ഇരുന്നിരുന്നേ പിത്തം പിടിക്കത്തില്ലല്ലോ. ഇതൊരു കഷ്ടോ ദൈവമേ. ഇതിപ്പോ കേൾക്കുന്നവർ എന്താ വിചാരിക്കുക? അവരുടെ കുടുംബം ഞാനായിട്ട് തകർത്തുന്നല്ലേ? എടാ, അങ്ങനൊന്നും ആരും വിചാരിക്കത്തില്ല. ശ്യാമയെ ശരിക്കും അറിയാത്തവരൊന്നുമില്ലല്ലോ, ശാരദാമ്മയും ഗോപാലകൃഷ്ണനും ഒക്കെ. അവൾ അവിടെ ചെന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളും ആർക്കാണ് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. എനിക്കിപ്പോ ഒരു പ്രാർത്ഥനയുള്ളൂ. അവൻ പോയിരിക്കുന്നത് ശാലിനിയുടെ വീട്ടിലേക്കാ. കളക്ടർ അവിടെ താമസിച്ചില്ലെങ്കിലും അത് കളക്ടറുടെ വീട് തന്നെയാ. രോഹിത്തിന്റെ സ്വഭാവം വെച്ച് അവൻ അവിടെ ചെന്ന് എന്തൊക്കെ പറയുന്നു എന്തൊക്കെ ചെയ്യുന്നു ദൈവത്തിന് മാത്രം അറിയൂ. പപ്പി വിട്. വിടാനല്ലേ പറഞ്ഞേ? എന്റെ മോളെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ല. എന്റെ മോളെ വിടാനാ പറഞ്ഞേ. മോളെ കൊണ്ടുപോകാൻ ഞാൻ വന്നിരിക്കുന്നെങ്കിൽ ഞാൻ കൊണ്ടുപോയി. എന്ത് കാണിക്കുന്നേ? രണ്ടുപേരും കൂടെ പിടിച്ചു വലിച്ച് കൊച്ചിനെ ഇല്ലാതാക്കുമല്ലോ. പോട്ടെ മോളെ, നിങ്ങൾ പരസ്പരം തല്ല് പിടിക്കുക, അടി കൂടുക, എന്ത് വേണേലും അയക്കോ. എന്തിനാ കുഞ്ഞിനെ ഇതിലേക്ക് വലിച്ചഴക്കുന്നേ? ഇവരെന്ത് പഴിച്ചിട്ടാ? എനിക്ക് പപ്പി മോളെ കൊണ്ടുപോകണം. ഇവളുടെ കൂടെ പപ്പിയെ നിർത്തി ഇവളുടെ അഹന്ത എഴുത്തിയിട്ട മോള് കണ്ടു പഠിക്കണ്ട. ഓ, അപ്പോ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന പണി അങ്ങ് പുണ്യപ്രവൃത്തിയുള്ളതാണല്ലോ. അതെ, ആൾക്കാരെ വെട്ടിയും തല്ലിയും പണം പിടിച്ചു വാങ്ങുന്നതല്ലേ. ഞങ്ങളുടെ ഭാഷയല്ലേ ഇതിനെ പറയുന്ന ഗുണ്ടപ്പണിന്നാ. എപ്പോഴാ പോലീസ് കൊണ്ടുപോകുന്നെന്ന് അറിയില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ കയറാനുള്ള യോഗം ഉണ്ടാവുമല്ലോ. എന്തൊക്കെയാ ശ്യാമയെ നീ വിളിച്ചു പറയുന്നേ? പണം കൊടുത്ത് തിരിച്ചു വാങ്ങാൻ പോകുന്നത് എങ്ങനെയാ ഗുണ്ടാപ്പണിയാവുന്നേ? അമ്മ വെറുതെ കണ്ണടച്ച് ഇരുട്ടാക്കല്ലേ. ശ്യാമ പറയുന്നതിലും കാര്യമില്ലേ? മിണ്ടാതിരിക്കടി. വിഷ്ണു ഈ പണിയായിട്ട് നടക്കുന്നതിന്റെ പേരിലെ ഒരുപാട് കേസും ഉണ്ട്, ഒരുപാട് ശത്രുക്കളും ഉണ്ട്. വിഷ്ണു ചെറുപ്പം മുതലേ ഇതിന്റെ പിന്നാലെ നടന്ന് തഴക്കോ പഴക്കോ വന്നതാ. എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായാലേ തഞ്ചത്തിന് നിൽക്കാനും അറിയാം. അതുപോലാണോ രോഹിത്?
ഒരു ഭാര്യയും ഭർത്താവിന് ഒരു ക്രെഡിറ്റ് പോലെ കേസ് ഉണ്ടാവാൻ ആഗ്രഹിക്കില്ല അമ്മേ. എങ്കിൽ പിന്നെ ഇവളോട് എനിക്കൊരു ജോലി വാങ്ങിത്തരാൻ പറ. ഞാൻ ആ പണിക്ക് പോകുന്നില്ല. ഓ അത് ശരി. അതിന് ഞാൻ എവിടുന്ന് ജോലി വാങ്ങിച്ചു തരാനാ? അവനവന് കുടുംബം നോക്കണമെന്നുണ്ടെങ്കില് അവനവൻ തന്നെ ജോലി നോക്കണം. അതെ, ഇത് ഒരു നടക്ക് പോകുന്ന ലക്ഷണമൊന്നുമില്ല. ശാരദാമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഇവിടെ വിവാഹം കഴിക്കുമ്പോ എന്തായിരുന്നോ ഞാൻ, അതിനൊരു മാറ്റം എനിക്ക് സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇനി എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം. അതിന്റെ തുടക്കം എന്ന നിലയില ഞാൻ ഈ ജോലി ഏറ്റെടുത്തത്. അത് ഉൾക്കൊള്ളാൻ മനസ്സുള്ളവർ മാത്രം എന്റെ കൂടെ നിന്നാ മതി. അമ്മേ കണ്ടില്ലേ, ഇതാണ് രോഹിത്തിന്റെ മനസ്സിലിരിപ്പ്. പിന്നെ എങ്ങനെ നന്നാവാനാ? ഭാര്യയെ മോളും ഒത്ത് സമാധാനത്തോടെ ജീവിക്കണമെന്നല്ല, ഭാര്യയെ വെല്ലുവിളിച്ചോണ്ട് തന്റെ ഭാഗം ജയിക്കണം. അമ്മ ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കാനാ? എനിക്കൊന്നും പറ്റില്ല ഇയാളുടെ കൂടെ ജീവിക്കാൻ. നീ വരുന്നില്ലെങ്കിൽ വരണ്ട, പപ്പിമോളെ ഞാൻ കൊണ്ടുപോകും. രോഹിത്തെ വിട്. ഞാൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ പപ്പിമോള് നിൽക്കും. അതുകൊണ്ടാ നീ വരുന്നിക്കുക എന്റെ തീരുമാനത്തിന് മാറ്റമില്ലെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇങ്ങനെ പരസ്പരം മത്സരിച്ച് സംസാരിച്ച് മുന്നോട്ട് പോയാൽ ഇത് വലിയൊരു വഴക്കിൽ അവസാനിക്കൂ. രണ്ടുപേർക്കും സ്വീകാര്യമായ ഒരു തീരുമാനം ഉണ്ടാക്കി ഈ കൊച്ചിന് വേണ്ടിയെങ്കിലും ജീവിക്കാൻ നോക്ക്. അതല്ലാതെ ഈശ്വരൻ നൽകിയ ജീവിതം തല്ലുപിടിച്ചും വഴക്കടിച്ചും മനഃപൂർവ്വം കളഞ്ഞു കുളിച്ചിട്ട് എന്താ കാര്യം? ശാരദാമ്മേ, ഞാൻ പറയുന്നതിൽ കാര്യമില്ലേ? ഇവൾക്ക് വരാൻ സമ്മതമാണെങ്കിൽ എന്റെ ഒപ്പം വരാം, ഇഷ്ടമല്ലെങ്കിൽ വരണ്ട. പക്ഷെ പപ്പിമോളെ ഞാൻ കൊണ്ടുപോകും. മോളെ വാ. ഞാൻ സമ്മതിക്കില്ല. രോഹിത്തെ പപ്പി വിട്. എടി, അത് പറയാൻ നിനക്കെന്താ അധികാരം? മോള് നിൽക്കേണ്ടത് അവളുടെ അമ്മയുടെ അച്ഛന്റെ അടുത്താ. ഇനിയും ഞാൻ തെളിച്ച് പറയണോ മോൾ എവിടെയാ നിൽക്കേണ്ടെന്ന്? എന്താ നിങ്ങളുടെയൊക്കെ ശരിക്കും പ്രശ്നം? ശ്യാമ എന്താ രോഹിത്തിന്റെ കൂടെ പോവാത്തെ? ഞാൻ അവിടെ അനുഭവിക്കുന്ന പ്രശ്നം നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട ആള് എന്റെ ഇഷ്ടങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. അതിനെല്ലാം ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം. നിന്റെ ഭർത്താവ് ആ ജോലിക്ക് പോകുന്നതാണല്ലോ നീ എടുത്തു പറയുന്ന പരാതി. ശരി, ആ ജോലിക്ക് പോണ്ട. വിസ വരേണ്ട താമസമല്ലേ ഉള്ളൂ. രോഹിത് പോവാൻ നിൽക്കുകയല്ലേ, അത് അങ്ങനെ തന്നെ തീരുമാനിക്കാം. എനിക്കിപ്പോ എല്ലാം മനസ്സിലായി.